ആയിട്ടായിരിക്കും. പിന്നെ നമ്മൾ തന്നെ തയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം വരും. പിന്നെ ഇവിടെ ഏത് മെഷീൻ, കാരണം എൻ്റെ മമ്മി തയ്ക്കുമായിരുന്നു, മമ്മിയും തയ്ക്കുക. അപ്പം എൻ്റെ ചെറുപ്പത്തിലെ പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ മെഷീൻ കയറി നിന്നിട്ട് ഇങ്ങനെ ചവിട്ടി മറ്റേ ഇങ്ങനെ കറങ്ങുന്ന കാണാൻ നല്ലൊരു ഫീലാണല്ലോ. അപ്പോൾ അങ്ങനത്തെ മെഷീനാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്, ഇലക്ട്രോണിക്. അപ്പം കുറച്ചും കൂടി ഈസിയാണ്, നമ്മുടെ കാലിനൊന്നും നമുക്കധികം സ്ട്രെയിൻ എടുക്കേണ്ടി വരില്ല എന്ന് തോന്നുന്നു അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഒരുപാട് എൻജോയ് ചെയ്താണ് തയ്ക്കുന്നത്. അപ്പം ഇനിയും ഒരുപാട് നല്ല നല്ല ഡ്രസ്സുകൾ തയ്ച്ച് ഒരുപാട് പേർക്ക് എന്താ പറയുക, അവർക്ക് സന്തോഷം കിട്ടുക. കാരണം ഒരു പുതിയ ഉടുപ്പ് നല്ല ഫിറ്റായിട്ട്, കാരണം സത്യമാണ്, കാരണം നമുക്കൊരു ഡ്രസ്സ് ഒരാൾക്ക് തയ്ക്കാൻ കൊടുത്തിട്ട് അത് കിട്ടിക്കഴിയുമ്പം ഇട്ടിട്ട് മറ്റേ പാള പോലെയൊക്കെ ഇരിക്കുമ്പോഴത്തേക്കും മനസ്സിൽ നല്ലതായിട്ട് പ്രാഗരിക്കും. കാരണം അവർ ആഗ്രഹിച്ച് കിട്ടുന്ന ഡ്രസ്സാണല്ലോ. ബട്ട് അങ്ങനെയൊന്നും ആരും പറയുന്നില്ല. ഈ പറഞ്ഞ പോലെ ഞാൻ കേട്ടിട്ടുള്ള റിവ്യൂസ് എല്ലാം നന്നായിട്ട് തയ്ച്ചു എന്നാണ്. അപ്പം ഈ പറയുന്ന പോലെ ഒരു ടാലൻറ്റും കൂടെ ഇല്ലാതെ അങ്ങനെയൊന്നും പറ്റില്ല. അപ്പം എന്നെ ഇനിയും നല്ല നല്ല ഡ്രസ്സുകളൊക്കെ എല്ലാവർക്കും തയ്ച്ചു കൊടുക്കുക, ഈവൻ പുതിയ മോഡൽസ് ട്രൈ ചെയ്യുക. അപ്പം ഇനിയും ഞങ്ങളെ ഏതെങ്കിലുമൊക്കെ വർക്ക് വരുന്ന സമയത്ത് ഞങ്ങളിതുപോലെ ഇങ്ങനൊരു ഇതുകൊണ്ട് ഒന്ന് എന്താ പറയുക തയ്ച്ചു തരണം എന്ന് പറഞ്ഞ് തയ്ച്ചു തരിക. അപ്പം ഒരുപാട് വിഷസ് നേരുന്നു. ഇനി കാനഡയിൽ ഈ ടൈനി ത്രെഡ്സ് എന്ന് പറയുന്നത് ഇനിയും വിപുലീകരിച്ച് നല്ല രീതിയിലേക്ക് മാറട്ടെ. അപ്പം ഇത്ര നേരം എൻ്റെ കത്തി കേട്ടോണ്ടിരുന്നതിന് ഒരുപാട് താങ്ക്സ് കേട്ടോ. അപ്പം എന്തെങ്കിലും ഈ പറഞ്ഞ നമ്മുടെ പ്രേക്ഷകരോട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഐ മീൻ ഇവിടെ പൊതുവെ ഇപ്പം ഗേൾസൊക്കെ നാട്ടിൽ നിന്ന് വരുന്നവരാണ്, അവരോട് എന്തെങ്കിലും പറയാനുണ്ടോ? കാരണം നമ്മളിപ്പോൾ ഇതിൽ കാണിക്കുന്ന ആക്ച്വലി ഈ പറയുന്ന പോലെ പെൺകുട്ടികൾ ഇവിടെ വന്നിട്ട് അവർ സ്റ്റാർട്ട് ചെയ്ത ബിസിനസ്സും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ബിസിനസ്സായിട്ടല്ലെങ്കിലും അവർ തുടങ്ങിയൊരു ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പം അങ്ങനെയുള്ള കുട്ടികളോട് ആൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ആൻ എന്നാണ് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ള, ആർക്കെങ്കിലും ഇതിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഠിച്ചിട്ട് വരണം. അപ്പം നമുക്ക് ഇവിടെ ചാൻസസ് ഉണ്ടല്ലോ, എന്തായാലും ഇവിടെ ചെയ്യുന്നവർ കുറവാണ്. അപ്പം നമുക്കത് ചെയ്യുകയും ചെയ്യാം, നല്ലതായിരിക്കും. ഓക്കെ, റിസ്ക് എടുക്കാൻ താല്പര്യം കൂടുതലാണോ? റിസ്ക് എടുക്കാനോ? കുറച്ച് ആണോ? ഒത്തിരി അല്ല. അപ്പം ചെയ്യുന്ന കാര്യത്തിൽ നല്ല കോൺഫിഡൻസ് ഉള്ള ഒരു വ്യക്തിയാണോ? ചെയ്യുന്ന കാര്യത്തില് അതെ. അപ്പം അതൊക്കെ ഇനിയും കീപ്പ് ചെയ്യാം. അപ്പം ഇനിയും നാളെ എന്താ പറയുക, എനിക്കിതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വന്നിട്ട് ഞങ്ങളിത് ടൈനി ത്രെഡ്സിന് തയ്പ്പിച്ചതാണ് എന്ന പേര് കാനഡ മൊത്തം വ്യാപിക്കട്ടെ. എന്നിട്ട് നമുക്ക് പതുക്കെ ബ്രാഞ്ച് US-ലും അവിടെ മെക്സിക്കോയിലൊക്കെ നമുക്ക് ഇടാം. കാരണം എല്ലായിടത്തും മലയാളീസ് ഉണ്ട്. അപ്പം എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പം താങ്ക് യു.